ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി പത്മ പൊട്ടിക്കരയാണ് കേട്ടോ. പത്മയുടെ സങ്കടം സഹിക്കുന്നില്ല. സൂര്യ പറഞ്ഞ ആ വാക്ക് കേട്ടോ, തന്നെ കെണിയിലാക്കിയത്, തന്നെ ഇത്രയും അപമാനിതയാക്കിയത്, ഒരു വേലക്കാരിയുടെ കഴുത്തിൽ താലി കെട്ടാൻ പറഞ്ഞത് ഇന്ദ്രജയാണെന്നുള്ള സത്യം പത്മ അറിയാണ്. സൂര്യ പൊട്ടിത്തെറിച്ചും കൊണ്ട് പറയാണ്, CCTVയിലെ ദൃശ്യങ്ങൾ ഇവൾ കളഞ്ഞെങ്കിൽ എന്നോട് ഈ ചതി ചെയ്തത്, അതായത് നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന ഏറ്റവും വലിയ ചതി ഉണ്ടല്ലോ, അതായത് നന്ദിനി എന്ന് പറയുന്ന വേലക്കാരിയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടാനുള്ള കാരണക്കാരി ഈ നിൽക്കുന്ന ഇന്ദ്രജയാണ്. അത് കേൾക്കുന്ന ഇന്ദ്രജ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. നിങ്ങളുടെ 2 പെൺമക്കൾ പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത്. ഇതിന് മെയിൻ കാരണക്കാരി ഇവളാണ്. ഇവൾ പറഞ്ഞ തിരശീലയാണ് ഇവിടെ വീണിരിക്കുന്നത്. ഇവൾ പറഞ്ഞ കഥപ്രകാരമാണ് ഞാൻ കല്യാണം കഴിച്ചത്. എനിക്ക് നിങ്ങളോട് വൈരാഗ്യം തീർക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതും ഇത്രയും കല്യാണം കഴിച്ച് പിറ്റേ ദിവസം ഡിവോഴ്സ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവൾ എന്നോട് ആദ്യമായി ഒരു ഉപകാരം ചെയ്തത് നന്ദിനിയുടെ കഴുത്തിൽ താലി കെട്ടാനായിരുന്നു. മിത്രയെ കല്യാണം കഴിക്കായിരുന്നെങ്കിൽ മിത്രയുടെ ലക്ഷ്യം എന്താണെന്ന് ഇപ്പം ഞാൻ അറിഞ്ഞു. അവൾ കുടുംബം കുട്ടിച്ചോറാക്കാനാണ് അവൾ വന്നത്. അവൾ എന്നെ വിട്ട് പോവത്തുമില്ല. ഞാൻ ജീവിതകാലം മുഴുവൻ അവളെ സഹിച്ച് ജീവിക്കേണ്ട ഒരു ബുദ്ധിമുട്ടായിരുന്നു വന്നിരുന്നത്. അവൾ ഇക്കാര്യത്തിൽ ഇവൾ നല്ല കാര്യമാണ് ചെയ്തതെന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം സഹിക്കുന്നില്ല പത്മക്ക്. പത്മ പൊട്ടിക്കരയാണ്. പത്മക്ക് കണ്ണുനീര് സഹിക്കുന്നില്ല. പത്മ അവിടെ നിന്ന് കരഞ്ഞും കൊണ്ട് പോവാണ്. അപ്പോൾ യതീന്ദ്രൻ പറയാണ്, മോളെ ഇന്ദ്രജയെ, നിന്നോട് എനിക്കിപ്പോൾ ഒരു അഭിമാനമൊക്കെ തോന്നുന്നുണ്ട്. എൻ്റെ മോന് നീ ഇങ്ങനെ ഒരു പെണ്ണിനെ പിടിച്ചു കൊടുത്തല്ലോ. ആ മിത്രയെ കല്യാണം കഴിക്കുകയായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ മകൻ്റെ പൊടി പോലും ഉണ്ടായിരുന്നില്ല. അവളുടേതായ ആവശ്യങ്ങൾക്ക് അവൾ ഉപയോഗിച്ചിരുന്നു. ഈ പറയുന്ന അവളൊരു കുടിയെത്തിയാണ്. ഈ പറയുന്ന സൂര്യ ഒരു കുടിയനായി മാറി എൻ്റെ മകനും നശിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അവൾ തന്നെ എൻ്റെ സൂര്യക്ക് മദ്യം ഒഴിച്ചു കൊടുക്കും അവസ്ഥയിലോട്ട് എത്തിയിരുന്നു. എന്തായാലും നിങ്ങളൊക്കെ ഈ വീട്ടിൽ ഇന്ന് ഉണ്ടാവുകയില്ല മിത്ര വന്നു കഴിഞ്ഞാൽ. അപ്പം അതിനൊക്കെ കാരണക്കാരി നീ ആയല്ലോ. നീ എൻ്റെ നന്ദിനിയെ സൂര്യയുടെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചത് നല്ല കാര്യമായി. ഇപ്പോൾ ഇവൾ നിനക്ക് ശത്രുവാണെങ്കിൽ നീ നല്ലൊരു പ്രവൃത്തിയാണ് നീ ആദ്യമായി ചെയ്തതെന്ന് പറയാം കേട്ടോ. സമയം നന്ദിനിക്കൊക്കെ സന്തോഷം കൊണ്ട് വാക്കുകൾ ഇങ്ങനെ പറയുമ്പോൾ കണ്ണിങ്ങനെ നിറയാണ്. അപ്പോൾ ഈ സമയം സൂര്യ പറയണേ, എന്നോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല ഇക്കാര്യത്തിൽ. അതുകൊണ്ടാണ് പല കാര്യങ്ങളും പല തെറ്റുകളും നീ എന്നോട് ചെയ്തിട്ടും ഞാൻ കണ്ടില്ലെന്ന് നടിച്ച് നിനക്കൊപ്പം വീണ്ടും വീണ്ടും നിൽക്കുന്നത് എന്ന് സൂര്യ ഇങ്ങനെ പറയാണ്. ആ സമയം സൂര്യ ഇത് പറയുന്ന സമയത്ത് ഉടൻ തന്നെ ഇന്ദ്രജക്കാണെങ്കിലോ ദേഷ്യം സഹിക്കുന്നില്ല. അങ്ങനെ സൂര്യ ഇത് പറഞ്ഞിട്ട് പോവുകയാണ്. സൂര്യ ഇത് പറഞ്ഞങ്ങ് പോകുമ്പോൾ പിന്നീട് വേദ പറയുന്നത്, ചേച്ചി ഇനിയിപ്പോൾ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനിയിപ്പോൾ അമ്മ നന്ദിനിയെ സ്വീകരിക്കുമോ, അമ്മ നന്ദിനിയെ സ്നേഹിക്കുമോ, നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള പറച്ചിലായിട്ടോ. ആ സമയം ഇവിടെ വിജയ് പറയുന്നത് ശരിയാണ്. ഇവൾ പറയുന്നതിലൊരു കാര്യമുണ്ട്. നമുക്കിനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? എന്തായാലും ആൻറ്റി നമ്മളെ വെറുത്തു. ഇതാ ഇപ്പോൾ ഇതിലുണ്ടായത്. മറ്റുള്ളവർക്ക് കെണി വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ തന്നെ അതിലോട്ട് വീഴുന്ന അവസ്ഥയിലോട്ട് എത്തിയില്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരം തുടരാണ്. അപ്പോൾ ഇന്ദ്രജ പറയാണ്, ഇത്രയും കൊണ്ടെത്തിക്കാമെങ്കിൽ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാനറിയാം. മമ്മിയുടെ മനസ്സിൽ രണ്ടാമതും പ്രീതി പിടിച്ച് പറ്റണം. അപ്പോൾ ഈ സമയം എങ്ങനെ പ്രീതി പിടിച്ച് പറ്റാനും മമ്മി ഒരിക്കലും ക്ഷമിക്കില്ല. മമ്മിയുടെ മനസ്സിലെ പക അതിന് നമ്മൾ മനസ്സിലാക്കണം. മമ്മി സമൂഹത്തിന് മുന്നിൽ നാണം കെട്ട് നിൽക്കുകയാണ്. പത്മയുടെ മകൻ ഒരു വേലക്കാരിയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് അമ്മ പലതവണ എവിടേക്കോ അനുഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഇതേ സമയം ഉടൻ തന്നെ ഇന്ദ്രജ് പറയുന്നതിൽ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയണം. അപ്പോഴേക്കും പത്മ അവിടേക്ക് ഉള്ള സാധനങ്ങളൊക്കെ എറിഞ്ഞുടക്കാണ്. അങ്ങനെ തനിക്ക് ദേഷ്യം സഹിക്കുന്നില്ല. ഓരോ എറിഞ്ഞുടക്കലും ഇവരുടെ ചെവികളിൽ എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് തന്നെ പേടിയാവുകയാണ്. ഇവർ തന്നെ പേടിയോട് കൂടിയിട്ടാണ് ഇവർ നിൽക്കുന്നത്. അങ്ങനെ ഈ സമയം ഓരോ സാധനങ്ങളും ഇങ്ങനെ എടുത്ത് എറിഞ്ഞുടക്കാണ്. അപ്പോൾ ഈ സമയം വേദ പറയണേ, മമ്മി കാര്യമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴേക്കും ഈ പറയുന്ന യതീന്ദ്രൻ അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലാണ്. യതീന്ദ്രൻ ചെന്നിട്ട് ചോദിക്കുകയാണ്, പിന്നെ പത്മേ നിനക്ക് എന്താന്ന് ചോദിക്കുകയാണ്. ആ സമയം പത്മ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് പത്മ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ യതീന്ദ്രൻ വീണ്ടും ചോദിക്കുകയാണ്, നിനക്ക് എന്താ പറ്റിയത് പത്മേ? നീ എന്തിനാണ് ഇവിടെയുള്ള സാധനങ്ങൾ? നിങ്ങളെന്താ എന്നെ കളിയാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണോ? നിങ്ങളെന്നെ കളിയാക്കുകയാണോ? അയ്യോ പത്മ, ഞാൻ നിന്നെ കളിയാക്കിയതല്ല, നിന്നോട് കാര്യം ചോദിച്ചതാണ്. നിനക്ക് എന്താ പറ്റിയത്? അതിന് മാത്രം നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്?
എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ആ വേലക്കാരി പെണ്ണിനെ ഇവിടോട്ട് കൈപിടിച്ച് കൊണ്ടുവന്നതിൽ തുടക്കം മുതലേ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നല്ലോ, അതുപോലെ അല്ലല്ലോ എൻ്റെ കാര്യം. എന്നെ എൻ്റെ മക്കളാണ് ചതിച്ചതെന്നറിയുമ്പോൾ അപ്പോൾ ഈ സമയം പറയാണ്, അത് പത്മേ നീ മനസ്സിലാക്കണം, നിൻ്റെ 3 മക്കളും 3 തരത്തിലാണ്. നീ കൊടുക്കുന്ന സ്നേഹം നിന്നിലോട്ട് വരാത്തത് എന്തുകൊണ്ടാണ്? നീ മക്കളുടെ വഴിക്ക് പോവാത്തത് കൊണ്ടാണ്. മക്കൾക്ക് പോലും നിന്നോട് പകയും ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാണ്? നീ എപ്പോഴും നിൻ്റെ വിജയമാണ് നോക്കുന്നത്. നിൻ്റെ വിജയം നോക്കുമ്പോൾ നിൻ്റെ മക്കൾ ഇവിടുത്തെ നിൻ്റെ മക്കൾ ചിന്ന ഭിന്നമാവുകയാണെന്ന് നീ മനസ്സിലാക്കണം. സൂര്യയെ തകർക്കാൻ വേണ്ടിയാണ് നിൻ്റെ മകള് ആ ഒരു പണി ചെയ്തത്. പക്ഷേ അവൾ ചെയ്തത് അവൾക്ക് ഇന്നിപ്പോൾ ചീത്തതായി തോന്നിയെങ്കിലും മിത്ര എന്ന് പറയുന്നവളാണ് ഈ കുടുംബത്ത് കയറിയെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ സമാധാനപരമായി ആലോചിക്ക് പത്മേ. ഞാനൊന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടോ എന്ന് സമാധാനപരമായി ആലോചിക്ക്. മിത്ര എന്ന് പറയുന്നവൾ ഇവിടെ നിന്നെ തകർക്കാൻ വേണ്ടി എന്തൊക്കെയാണ് കാട്ടിയതെന്ന് നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. നീ മരിക്കാൻ വേണ്ടി അവൾ എന്തൊക്കെയാണ് ചെയ്തത്? നിൻ്റെ മകനെ എത്ര വട്ട അപകടങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു വേലക്കാരിയെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ച് അതൊക്കെ നീ ഓർക്കുന്നില്ലേ? സമയം പത്മയുടെ കണ്ണിലൂടെ അതൊക്കെ കടന്നു പോവാണ്. അപ്പോൾ ഇന്ന് നന്ദിനി എന്നവളെ കല്യാണം കഴിച്ചു കൊണ്ട് വന്നാലും നിനക്ക് ഇപ്പം നല്ലൊരു കാര്യമല്ലേ കിട്ടിയിരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ കേട്ട ഉടൻ തന്നെ പത്മയുടെ കലയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയം ഇന്ദ്രജിത്ത് ഇങ്ങനെ മറിഞ്ഞ് നിന്ന് കേൾക്കണം. അങ്ങനെ ഇതും പറഞ്ഞിട്ട് യതീന്ദ്രൻ അങ്ങ് പോവുകയാണ്. യതീന്ദ്രൻ പോയതിന് ശേഷം പിന്നീട് പത്മയുടെ മുന്നിലോട്ട് പതിയെ ഇന്ദ്രജ വരികയാണ്. മമ്മി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഒരൊറ്റ അടി കരണം നോക്കി അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം വിജയ അങ്ങോട്ടേക്ക് ഇങ്ങനെ വരാൻ മടിച്ചിട്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. ഈ സമയം മമ്മി ഞാനൊന്ന് പറയട്ടെ, നീ ഒന്ന് പറയണ്ടടി, എൻ്റെ മുന്നിൽ നിന്ന് നീ മര്യാദക്ക് പോയിക്കോ, അല്ല എങ്കിൽ ഞാൻ എൻ്റെ മകളാണെന്ന് മറന്നു പോവും, നിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും, പക്ഷെ നിന്നെ ഞാൻ കൊല്ലും, അതുകൊണ്ട് ഇനി എൻ്റെ മുന്നിൽ നിന്ന് എന്ന് പറയണേ. ഈ സമയം ഇന്ദ്രജ് പറയണേ, മമ്മിക്ക് കലി തീരുന്നവരെ എന്നെ എന്ത് വേണമെങ്കിലും കാണിച്ചോളൂ, എനിക്ക് യാതൊരുവിധ കുഴപ്പമില്ല മമ്മി. അപ്പോൾ ഈ സമയം വേണ്ടടി, നീ എൻ്റെ മുന്നിൽ നിൽക്കണ്ട, എന്നെ ഇന്ന് ഈ അവസ്ഥയിലോട്ട് എത്തിച്ചത് നീ അടി കാരണക്കാരി എന്ന് പറയണേ. മമ്മി ഇന്ന് ചിന്തിക്കാത്ത ഒരു കാര്യം ഞാൻ പറയട്ടെ. നന്ദിനി എന്ന് പറയുന്നവളെ നമ്മൾ പല തരത്തിലും തകർക്കാൻ നോക്കി, പല ക്രൂരതകളും അവളോട് ചെയ്തു, പക്ഷെ അവൾ ഇതുവരെ നമ്മളോട് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ മമ്മി ചിന്തിക്കേണ്ട കാര്യം, മമ്മി ഇപ്പോൾ എത്ര നല്ലവളാണെന്ന് കരുതിയിരിക്കുന്ന മിത്രയുണ്ടല്ലോ, ആ മിത്രയെ എങ്ങോട്ടേക്ക് മമ്മി സൂര്യയുടെ കൈ പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് സൂര്യയെ മാത്രമല്ല മിത്ര തകർക്കുന്നത് മമ്മിയെയും എന്നെയും ഈ കുടുംബത്തെയാണ്. അവളുടെ ലക്ഷ്യം അതായിരുന്നു. അതാണെങ്കിൽ മമ്മി ഒന്ന് ചിന്തിച്ച് നോക്ക്. ഈ സമയം പത്മ ഇങ്ങനെ അടങ്ങാണ്, പത്മയുടെ കൊലിങ്ങനെ അടങ്ങി വരികയാണ്. അപ്പോൾ ഉടൻ തന്നെ വിജയ് പറയണേ, ഇന്ദ്രജിക്ക് നല്ല കഴിവാണ്, എന്തായാലും നിൻ്റെ ചേച്ചി നിൻ്റെ അമ്മയുടെ ഭ്രാന്ത് ശമിപ്പിക്കുന്നുണ്ടെന്ന് പറയണം. ഈ സമയം മമ്മി ഒന്ന് ചിന്തിച്ച് നോക്ക്, മമ്മിക്ക് ഞാൻ അപ്പോൾ ഒരു ഉപകാരമാണ് ചെയ്തത്. എന്ത് ഉപകാരമാടി നീ ചെയ്തു തന്നത്? ഒരു വേലക്കാരിയുടെ കഴുത്തിൽ സൂര്യയോട് താലി കെട്ടാൻ പറഞ്ഞതാടി നീ എനിക്ക് ചെയ്ത ഉപകാരം. ഇതിൽ നല്ലത് മിത്രയായിരുന്നു. ആ സമയം ഇന്ദ്രജ പറയണേ, മമ്മി എന്താ ഈ പറയുന്നത്? മമ്മിയോട് ഞാനൊന്ന് സംസാരിക്കട്ടെ, അത് കഴിഞ്ഞാൽ മമ്മിക്ക് എന്നെ അടിച്ചു പുറത്താക്കുകയോ ഇവിടെ നിർത്തുകയോ എന്ത് വേണമെങ്കിലും മമ്മിക്ക് ചെയ്യാം. മമ്മിയോട് ഞാൻ അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണെന്നറിയോ? മിത്ര സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. മിത്ര ആദ്യം തന്നെ ശത്രുവാണെന്ന് എനിക്ക് മനസ്സിലായതാണ്. മിത്ര ഇങ്ങനെ ഒരു സ്വഭാവക്കാരിയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ വേഗം സൂര്യയോട് നന്ദിനിയുടെ കഴുത്തിൽ താലി കെട്ടാൻ പറഞ്ഞത്. അവളെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്നും നമുക്ക് പെട്ടെന്ന് പുറത്താക്കാം. എന്നാൽ മിത്ര രാഷ്ട്രീയക്കാരിയാണ്, അവളുടെ ഡാഡി മന്ത്രിയാണ്, അതുകൊണ്ട് തന്നെ അവളെ പെട്ടെന്ന് നമുക്ക് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റത്തില്ല. നന്ദിനിയെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പുഷ്പം പോലെ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കാം. ഇത് കരുതിയിട്ടാണ് മമ്മി ഞാൻ ആ സമയം എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ മിത്രയുടെ കല്യാണം മുടങ്ങാൻ, അതുകൊണ്ടാണ് സൂര്യയോട് ഞാൻ നന്ദിനിയുടെ കഴുത്തിൽ താലി കെട്ടാൻ പറഞ്ഞത്. അല്ലാതെ മമ്മിയെ തോൽപ്പിക്കാനൊന്നുമില്ല. മമ്മിയെ തോൽപ്പിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാണ്? എനിക്ക് എന്നും ഏത് സമയത്തും എൻ്റെ മമ്മിയുടെ വിജയമാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. എൻ്റെ മമ്മിയുടെ വിജയമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത്. അപ്പോൾ ഏത് കാലത്തും ഞാൻ അങ്ങനെയൊക്കെയാണ് ആഗ്രഹിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടും ഒരു ഒന്നൊന്നര അഭിനയം അവിടെ തുടരാണ് കേട്ടോ. ഈ സമയം പത്മ ഇങ്ങനെ തുറിച്ച് ഇന്ദ്രജയെ ഇങ്ങനെ നോക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡ് ഇനി വരാനിരിക്കുന്നുണ്ട് കേട്ടോ.